സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ രഹസ്യത്തിൻ്റെ 5-ാം ഭാഗത്തോട്ട് നാം പ്രവേശിക്കുകയാണ്. തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ഈ ബലി അർപ്പിക്കാം. ഈ ഭാഗം നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ഓരോ ബലിയർപ്പണത്തിലും അൾത്താര സ്വർഗത്തിൻ്റെ അതേ പ്രതീതിയിൽ ഒരുങ്ങുകയാണ്. ഓരോ വിശുദ്ധ കുർബാനയും സ്വർഗവും ഭൂമിയും ഒന്നിക്കുന്ന നിമിഷമാണ്. നമ്മുടെ യേശുവാണ് അൾത്താരയിൽ പ്രശോഭിതനായി നിൽക്കുന്നത്. ചുറ്റിലും മാലാഖ വൃന്ദങ്ങളും വിശുദ്ധരും രക്തസാക്ഷികളും പ്രവാചകന്മാരും ചേർന്ന് നിൽക്കുന്നു. പരിശുദ്ധ ദൈവമാതാവ് പുത്രൻ്റെ അടുത്ത് പുത്രനെ നോക്കി നിൽക്കുന്നു. ഈ മനോഹരമായ ദൃശ്യം തിരിച്ചറിയുവാനുള്ള കണ്ണ് തുറന്നു തരണേ എന്ന് നമുക്ക് തീവ്രമായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഇങ്ങനെ സ്വർഗീയ ഗണങ്ങളോട് ഒന്നു ചേർന്നാണ് നാം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് എന്ന ബോധ്യം നമ്മിലുണ്ടാകണം. അതിനായി നമുക്ക് ആഗ്രഹിക്കാം. ദേവാലയത്തിൽ നമ്മുടെ അടുത്ത് ശുദ്ധീകരണ ആത്മാക്കൾ നമ്മളെ നോക്കി പ്രാർത്ഥന യാചിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഈ അൾത്താരയെ, ഈ അതിവിശുദ്ധ സ്ഥലത്തെ ഭക്തിപൂർവ്വം നമുക്ക് നോക്കി അവിടുത്തെ സ്തുതിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിയിടാം. നമുക്ക് ഈ ഭാഗത്തിലൂടെ ഒന്ന് കടന്നു പോകാം. ദൈവത്തോടുള്ള അനുരഞ്ജനമാണ് ഏറ്റവും പ്രധാനം. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാതിരുന്നിട്ടുണ്ടോ? ദൈവത്തെ മറന്ന് നാം യാത്ര ചെയ്തിട്ടുണ്ടോ? ഇത് ചിന്തിച്ച് മാപ്പ് ചോദിക്കണം. ഞാനൊരു ബലി അർപ്പിച്ചോട്ടെ എൻ്റെ ഈശോയെ എന്ന് എളിമയോടെ ദാഹത്തോടെ ചോദിക്കുമ്പോൾ സ്വർഗത്തിലൊരു ബലിപീഠം പണിത് കഴിയും. പ്രപഞ്ചത്തോടുള്ള അനുരഞ്ജനവും പ്രധാനപ്പെട്ടത് തന്നെ. ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ ഭൂമി കഠിനമാവുകയും ഭൂമിയുടെ മനോഹാരിത നഷ്ടപ്പെട്ടുവെന്നും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന നാം എപ്പോഴെങ്കിലും പ്രകൃതിക്കും പരിസ്ഥിതിക്കും എതിരായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുന്നത് നന്നായിരിക്കും. ഇങ്ങനെ പ്രപഞ്ചത്തിൻ്റെ മനോഹാരിത നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുകയും ഇത് വീണ്ടും ചെയ്യാതിരിക്കുവാനുള്ള കൃപ യാചിക്കുകയും ചെയ്യണം. അനുദിന ജീവിതത്തിൽ നാം ബന്ധപ്പെടുന്ന സഭയോടും സമൂഹത്തോടും ബന്ധുമിത്രാദികളോടും അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമയാചിക്കണം. കൂടാതെ സമൂഹത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്ത് മാപ്പ് ചോദിക്കണം. നമ്മുടെ ജീവിതയാത്രയിൽ നാം ദിവസേന കണ്ടുമുട്ടുന്ന പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകി നമ്മുടെ കടമകൾ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം. ബലിയർപ്പണത്തിന് ശേഷം അവർക്ക് വേണ്ട നന്മകൾ ചെയ്യുമെന്ന് മനസ്സിൽ തീരുമാനിക്കുകയും വന്ന കുറവുകൾക്ക് മാപ്പ് ചോദിക്കുകയും ചെയ്യണം. എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവർക്കും നന്മ ചെയ്യുമ്പോൾ, മനുഷ്യരുമായി രമ്യതപ്പെടുമ്പോൾ നാം ഭൂമിയിൽ ഒരു ബലിപീഠം പണിത് കഴിയും. നമ്മുടെ ഹൃദയത്തിലും ഒരു ബലിപീഠം പണിയണം. അതിന് ഹൃദയത്തിലുള്ള അഹങ്കാരം, ധനാസക്തി, ജഡികാസക്തി, വെറുപ്പ്, അസൂയ, കുറ്റബോധം തുടങ്ങിയ അശുദ്ധമായതെല്ലാം നീക്കം ചെയ്ത് ഹൃദയം വിശുദ്ധീകരിക്കണം. നമ്മുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, രോഗങ്ങൾ, സങ്കടങ്ങൾ, നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഇവയെല്ലാം അൾത്താരയിൽ സമർപ്പിക്കണം. ഇങ്ങനെ നാം എത്രമാത്രം എളിമപ്പെടുന്നുവോ, ശൂന്യമാകുന്നുവോ, പാപം ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുന്നുവോ അത്രയും പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിലൊരു ബലിപീഠം പണിത് കഴിയും. ദേവാലയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ബലിപീഠത്തിൻ്റെ നിർമ്മാണം തുടങ്ങണം. കഷ്ടപ്പെട്ട് നേടുന്ന ബലിപീഠമാണ് വിശുദ്ധിയുടെ ബലിപീഠം. നാം എല്ലാറ്റിനോടും അനുരഞ്ജനപ്പെട്ട് കഴിയുമ്പോൾ ഒരേ സമയം 3 ബലിപീഠം പണിയപ്പെടുന്നു. ഇങ്ങനെ ഒരു ബലി അർപ്പിച്ചാൽ നിന്റെ ഈശോ നീ ചോദിക്കുന്നത് എന്തും നൽകും. വിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ ആഘോഷമാണ്. നാം സ്വീകരിക്കുന്നത് ഈശോയെ മുഴുവനായിട്ടാണ്. ഈശോ എന്നാൽ സഭയാണ്. അപ്പോൾ നാം സഭയെ മുഴുവനായി സ്വീകരിക്കുന്നു. നമുക്ക് ഒരാളോട് പിണക്കമുണ്ടായാൽ ഈശോയ്ക്ക് നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കില്ല. കാരണം സഭ പൂർണ്ണതയിലാകുന്നില്ല. അപ്പോൾ കുർബാന അപൂർണമാവും. എല്ലാവരോടും ക്ഷമിക്കുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനുമുള്ള കൃപ കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നോടും എൻ്റെ ശത്രുവിനോടും കരുണ കാട്ടണമേ എന്ന് യാചിക്കാം. ഗുരുവൻ സ്നേഹമോട് ഈ യാഗം തിരുമുമ്പാകെ അണച്ചിടാം. ഈ വരിയിലൂടെ ഒന്ന് കണ്ണോടിക്കാം. ശത്രുക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചവനാണ് നമ്മുടെ ഈശോ. തൻ്റെ അന്ത്യത്താഴ വേളയിൽ തന്നെ ഒറ്റിക്കൊടുത്ത യൂദാസിന് ഈശോ തൻ്റെ അടുത്ത് തന്നെ സ്ഥാനം നൽകി. പരിഭവമില്ലാതെ സ്നേഹത്തോടെ കരുണയോടെ വിശുദ്ധ കുർബാന നൽകി. ഈ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്.
കുരിശിൽ കിടന്ന് മരണവെപ്രാളം എടുക്കുന്ന സമയത്ത് തന്നെ ക്രൂശിലേറ്റിയവരെ നോക്കി പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് യാചനാസ്വരത്തിൽ ഉറക്കെ നിലവിളിച്ചവനാണ് നമ്മുടെ കാരുണ്യവാനായ ഈശോ. ഇതാണ് ഗുരുവിൻ്റെ സ്നേഹം. ഈ സ്നേഹമാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഈ സ്നേഹം, ഈ കരുണ നമ്മിൽ വളരുവാൻ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തുതി. ഈശോ ആഗ്രഹിക്കുന്ന പോലെ നമുക്കും സുവിശേഷ പ്രഘോഷകരാകാം. അതിനാൽ നമുക്കിത് ഷെയർ ചെയ്യാം. താങ്ക് യു.